നിങ്ങൾക്കറിയാമല്ലോ സോയ നല്ല പ്രോട്ടീൻ സോഴ്സാണ്. സോയ കൊണ്ട് കറി വെക്കുന്നത് നമുക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കും. സോയ എങ്ങനെ കറി വെച്ച് നോക്കാം. സോയ ആദ്യം നമ്മൾ കുറച്ച് സോയ എടുത്തിട്ട് അത് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അത് മുറിച്ച് ചെറുതാക്കിയതിന് ശേഷം നമ്മൾ വേവിക്കാൻ വെക്കാം. വേവിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് സോയ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി ഉടനെ തന്നെ അത് വാങ്ങി വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഊറ്റി വെക്കുക. ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളി, തക്കാളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, അതായത് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൽ കുറച്ച് ഗരം മസാല ചേർത്തതിന് ശേഷം ഈ നമ്മൾ ഊറ്റി വെച്ച സോയ എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ സോയയിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ തന്നെ അതിന് വേവാൻ പറ്റും. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് അടച്ചു വെക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് വെന്ത് വരും. വേവാൻ അധികം സമയമൊന്നും വേണ്ട. നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് തുറന്നതിന് ശേഷം നന്നായി ഇളക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്.